4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് വേഷം കെട്ടാൻ വേണ്ടി കൃഷ്ണനാവാൻ വേണ്ടി പോയി. അപ്പം തമ്മിൽ കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നത് എനിക്കായതുകൊണ്ട് എന്നോട് പറഞ്ഞു ഭാരതാംബയാവോ, ഫ്രണ്ടിൽ സാരി കൊടുത്ത് കൂടിയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ പറഞ്ഞ് അങ്ങനെ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ, സാരി കൊടുക്കുന്നതിന് മുന്നേ അമ്മ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് പോരേന്ന്. അപ്പം ആ വീട്ടിലൊരു ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ അവർ പറഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഫ്രണ്ടത്തെ കൂട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടന്ന് ബാത്റൂമിൻ്റെ അവിടെ പോയി. ബാത്റൂമിൻ്റെ ഡോർ കുറച്ച് പൊക്കത്തില്ല. അപ്പോൾ ഞാനത് കഷ്ടപ്പെട്ട് അതിൻ്റെ ഇതൊക്കെ തുറന്ന് അത് ഡോറങ്ങ് ഓപ്പൺ ആക്കി ഒറ്റച്ചാട്ടം. അതിൻ്റെ ഉള്ളിലായിരുന്നു ഈ പട്ടി പൂട്ടിയിട്ടത്. പിന്നെ ഒരു ഓട്ടമായിരുന്നു പറമ്പിലോട്ട്. എൻ്റെ അമ്മേ, ഇത് പിന്നാലോടി അവസാനം ഒരു കുളമാണ് ഈ പറമ്പിൻ്റെ ലാസ്റ്റ് നിൽക്കുന്നത്. അങ്ങനെ കുളത്തിലോട്ട് ഒരു ഗതിയില്ലെങ്കിൽ കുളത്തിലോട്ട് ചാടാന്നുള്ളൊരു മൈൻഡായി. അപ്പോഴേക്കും ആരൊക്കെ വന്ന് അതിനെ മാറ്റി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ആ ഒരു കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് റിലാക്സായി. അവസാനം ഭാരതാംബയായി. അങ്ങനെ ഈ കാര്യം എല്ലാവരും അറിഞ്ഞു, ഇങ്ങനെ പട്ടി ഓടിച്ചു എന്നൊക്കെയുള്ള കാര്യം. എന്നിട്ട് പിന്നെ ഞാനൊരു വട്ടം കോളേജിൽ ആയിരുന്നപ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പം അവിടെ നിന്ന് ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ റിലേറ്റീവിനോട്, ഈ കൊച്ചു വലുതായോ, ഇത് പണ്ട് പട്ടി ഓടിച്ച ഭാരതാംബയല്ലേ ഇത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കാര്യം ഞാനും മറന്നിട്ടില്ല, അവിടെ ആരും മറന്നിട്ടില്ല.